ജനുവരി 13 പുലർച്ചെ 2:17 വാണിവിലാസിനി അങ്കണവാടി റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിയുകയാണ്. വീട്ടിലെ കുളത്തിന്റെ പടവ് നിർമ്മാണത്തിനെത്തിയവർക്ക് നേരെയായിരുന്നു ആക്രമണം. ജോലി കഴിഞ്ഞ് വീടിന്റെ പൂമുഖത്ത് കിടന്നുറങ്ങുകയായിരുന്നു തൊഴിലാളികൾ. പെട്രോൾ ബോംബേറിൽ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി വിഷ്ണു, ബാലുശ്ശേരി സ്വദേശി പ്രിയേഷ് എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. തമിഴ്നാട്ടിലെ പോത്തനൂരിൽ നിന്നാണ് അന്വേഷണ സംഘം നീരജിനെ പിടികൂടിയത്. ഇലക്ട്രീഷ്യനായ യുവാവ് സംഭവശേഷം ആലുവയിലേക്ക് ട്രെയിൻ മാർഗം കടന്നുകളഞ്ഞു. ഇവിടെ നിന്ന് തമിഴ്നാട്ടിലെ പോത്തനൂരിലേക്ക് പോയി. ഉത്തരേന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു ലക്ഷ്യം. തൊഴിലാളികൾ തന്നെ നിരന്തരം കളിയാക്കുകയാണെന്ന് ധരിച്ചുള്ള വൈരാഗ്യത്തിലാണ് യുവാവ് കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വീടിനടുത്തു വെച്ച ബൈക്കിൽ നിന്ന് പെട്രോൾ കുപ്പിയിലാക്കി കയ്യിലുണ്ടായിരുന്ന ടവൽ കൊണ്ട് മൂടി കുപ്പി കത്തിച്ച് തൊഴിലാളികൾക്ക് നേരെ എറിഞ്ഞു. വധശ്രമത്തിനും എക്സ്പ്ലോസീവ് ആക്ട് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തു. നിലത്ത് കിടന്നുറങ്ങിയ 6 പേരിൽ 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഇവർ ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 15 രാവിലെ പ്രതിയുമായി പോലീസ് ആദ്യഘട്ട തെളിവെടുപ്പ് നടത്തി. ബൈക്കിൽ നിന്ന് കുപ്പിയിൽ പെട്രോൾ നിറച്ച് കത്തിച്ച് വീടിന് പൂമുഖത്തേക്കെറിഞ്ഞ രീതി നീരജ് പോലീസിനോട് വിശദീകരിച്ചു. ആക്രമണശേഷം സ്ഥലത്ത് തന്നെ നിന്ന് നീരജിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. തുടർന്ന് ബൈക്കിൽ കയറിപ്പോയ നീരജ് പോകുന്ന വഴിക്ക് പഞ്ചായത്ത് കിണറിന് സമീപം കത്തി ഉപേക്ഷിച്ചു. ഇവിടെ നിന്നും കത്തി കണ്ടെടുത്തിട്ടുണ്ട്. താൻ തന്നെയാണ് കത്തി നിർമ്മിച്ചതെന്നും നീരജ് പോലീസിനോട് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിർത്തിയിട്ട ബൈക്കും തെളിവെടുപ്പിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. റിമാൻഡിൽ കഴിയുന്ന 34-കാരൻ നീരജിനെ 2 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആദ്യം രക്ഷപ്പെട്ടെത്തിയ ആലുവയിലാണ് ഇന്ന് തെളിവെടുപ്പ് നടന്നത്. അതിക്രമം നടന്ന ദിവസം നീരജ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.